റിയാലിറ്റി ഷോ പോലുള്ള വഴക്ക്. ഇവിടെ നേരെ ആരോപിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു റഷ്യൻ ഏജന്റ് ആണ് എന്ന്. കോഡ് നെയിം ക്രാസ്നോവ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ട്രംപ് ഒരു റഷ്യൻ അസറ്റ് ഗ്രൂപ്പിനാൽ തിരിച്ചറിയുകയും കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ട്രംപ് പലസ്തീനിൽ ഗാസ വാങ്ങുന്നതിനെ പറ്റി സംസാരിക്കുന്നു, ഹഫ്ത വാങ്ങുന്നതിനെ പറ്റി പറയുന്നു. പകുതി പണം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നു. മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിച്ചും പേടിപ്പിച്ചും അവരെ കൊള്ളയടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ. 28 ഫെബ്രുവരി 2025 വൈറ്റ് ഹൗസിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ US വൈസ് പ്രസിഡന്റ് JD വെൻസും ഇരിപ്പുണ്ട്. ഒരുപാട് മീഡിയ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പുറകിൽ വൈറ്റ് ഹൗസിലെ ചീഫ് ഷെഫ് രണ്ടു നേതാക്കൾക്കും വേണ്ടിയുള്ള വിരുന്നൊരുക്കുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഇന്നുവരെ മോഡേൺ ഡെമോക്രാറ്റിക് ഡിപ്ലോമസി കാണാത്തത്. ഈ മീറ്റിംഗ് ഒരു വഴക്കിൽ കലാശിക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെ തോന്നിപ്പോകുന്നു ഇതൊരു റിയാലിറ്റി ഷോ ആണ്. മീറ്റിംഗ് ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതപ്പെടും. കാരണം ഇതുമൂലം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും ലോകത്തിന്റെ ചര്യകളും മാറാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഇലോൺ മസ്ക് പറയുകയുണ്ടായി US-ന് നാറ്റോയിൽ നിന്ന് പിന്മാറാൻ സമയമായി എന്ന്. WHO-യിൽ നിന്നും പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിൽ നിന്നും അമേരിക്ക ഓൾറെഡി പിന്മാറിയിട്ടുണ്ട്. അതുമല്ല, യുഗങ്ങളായി ശത്രുതയിലുള്ള റഷ്യയോട് സന്ധി ചെയ്യാൻ അമേരിക്ക തയ്യാറുമാണ്. സിറ്റുവേഷൻ ഇത്രയും മാറിപ്പോയി. ഡൊണാൾഡ് ട്രംപിനെ പുട്ടിന്റെ അണ്ടർ കവർ ഏജന്റ് ആണെന്ന് പോലും പറയപ്പെടുകയുണ്ടായി. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. ആദ്യം നമുക്ക് കുറച്ച് പുറകോട്ട് സഞ്ചരിക്കാം. 24 ഫെബ്രുവരി 2022 റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇതുമൂലം റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുകയായി. ചിലർ പറയുകയുണ്ടായി കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഇത് തീർച്ചയായും ഒരു വൺ സൈഡഡ് യുദ്ധമായിരുന്നു. ഉക്രൈൻ യുദ്ധം ചെയ്തത് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനായിരുന്നു. എന്നാൽ റഷ്യ ചെയ്തതോ കൂടുതൽ ഭൂമിയും റിസോഴ്സും പിടിച്ചെടുക്കാൻ വേണ്ടി. ഈ കാരണങ്ങളെ ഒളിപ്പിക്കാൻ വേണ്ടി പുടിൻ ഒരുപാട് നുണകൾ പറഞ്ഞു. നാറ്റോ എക്സ്പാൻഡ് ആവുകയാണെന്നും ഉക്രൈന്റെ നിയോ നാസി പ്രസ്ഥാനം വളരുകയാണെന്നുമെല്ലാം. പക്ഷെ ഇതെല്ലാം റഷ്യൻ പ്രൊപ്പഗണ്ടയാണ്. ഇതിന്റെ എല്ലാം ശരിയായ കാരണം കൊളോണിസമാണ്. യുദ്ധാരംഭത്തിൽ റഷ്യൻ ഫോഴ്സ് വളരെ വേഗത്തിൽ ഉക്രൈന്റെ വടക്കിഴക്കൻ പ്രവിശ്യകളിൽ ആധിപത്യം സ്ഥാപിച്ചു. പ്രത്യാഘാതം എന്നോണം പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ ശബ്ദമുയർത്തി. പലതരത്തിലുള്ള സാങ്ഷൻസ് റഷ്യയുടെ മേൽ അടിച്ചമർത്തി. ഉക്രൈന്റെ സൈന്യം വളരെ വീറോടെ പൊരുതി. ഈ വെസ്റ്റേൺ അലയൻസിന്റെ സഹായത്തോടെ സെപ്റ്റംബർ 22 ആയപ്പോഴേക്കും റഷ്യയെ ഒരു വിധത്തിൽ പുറകോട്ട് തള്ളാൻ യുക്രൈൻ സൈന്യത്തിന് കഴിഞ്ഞു. അതിനുശേഷം യുദ്ധം ഒരു സ്റ്റേറ്റ്മേറ്റ് കണ്ടീഷനിലേക്ക് തള്ളപ്പെട്ടു. ഈ മാപ്പിൽ നോക്കൂ. സെപ്റ്റംബർ 22 റഷ്യ പിടിച്ച ഉക്രൈന്റെ കൺട്രോളിലുള്ള അത്രയും പ്രദേശങ്ങൾ ഇന്നുവരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. 3 വർഷമായി യുദ്ധം തുറന്നുകൊണ്ടേയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനോടകം മരണപ്പെട്ടു. എന്നാൽ ഉക്രൈൻ തന്റെ ശേഷിച്ച പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുന്നു. എന്നാൽ റഷ്യ ഉക്രൈന്റെ ശേഷിച്ച ഭാഗങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാൻ വിഷമിക്കുന്നു. ഈ 3 വർഷങ്ങളിൽ US-ഉം യൂറോപ്പിന്റെയും നിലപാട് ഇതായിരുന്നു: നമ്മൾ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടില്ല, എന്നാൽ സൈന്യത്തെ അയക്കില്ല. പക്ഷേ യുക്രൈന് തന്റെ രാജ്യം സംരക്ഷിക്കാൻ പ്രയോജനാവശ്യമായ വെടിക്കോപ്പുകൾ നൽകി സഹായിക്കും. യുക്രൈന്റെയും വെസ്റ്റേൺ അലയൻസിന്റെയും നിലപാട് ഇതാണ്. യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് എത്ര പ്രദേശം യുക്രൈന്റെ കീഴിലുണ്ടായിരുന്നു അത്രയും പ്രദേശം തിരിച്ചു പിടിക്കുന്നവരെ ഈ യുദ്ധം തുടരും. പക്ഷേ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. 2024 അമേരിക്കയിൽ ഇലക്ഷൻ നടന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. ട്രംപ് തന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞിരുന്നു താൻ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് റഷ്യ ഉക്രൈൻ വാർ നിർത്തുമെന്ന്. ഇപ്പോൾ ഏതൊരവസ്ഥയിലും ട്രംപിന് യുദ്ധം നിർത്തലാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു. വേണ്ടിയാണ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ഈ മീറ്റിംഗ് വൈറ്റ് ഹൗസിൽ നടന്നത്. ഉക്രൈൻ പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഒരാഗ്രഹവുമില്ല, പക്ഷേ സീസ് ഫയർ ശേഷം റഷ്യ ഞങ്ങളെ പിന്നീട് ആക്രമിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തണം. പക്ഷേ ട്രംപ് ഈ ആവശ്യം കേട്ടതായി പോലും നടിക്കുന്നില്ല. മറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ആയുധങ്ങളും പണവും നൽകി സഹായിച്ചു, അതിനു പകരമായി നീ നിന്റെ രാജ്യത്തെ റിസോഴ്സിന്റെ 50% ഞങ്ങൾക്ക് നൽകണം. തമാശയല്ല സുഹൃത്തുക്കളെ. ട്രംപ് ആഗ്രഹിക്കുന്നു യുക്രൈനിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ, ഓയിൽ, ഗ്യാസ്, കോൺട്രാക്ട്, സ്പോർട്സ് എക്സെട്ര എന്തെല്ലാമാണ് ഉക്രൈനിലുള്ളത് അതിന്റെ 50% അമേരിക്കയ്ക്ക് കിട്ടണം. ഇത് പണ്ട് നമ്മുടെ രാജ്യത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതേ ഒരു ഡീല് പോലെയാണ്.
ദ ടെലിഗ്രാഫ് പേപ്പറിന്റെ അഭിപ്രായത്തിൽ ഇതൊരു എക്കണോമിക്കൽ കോളനൈസേഷൻ ആണ്. ദ എക്കണോമിസ്റ്റ് മാഗസിന്റെ അഭിപ്രായത്തിൽ ട്രംപ് പ്രൊട്ടക്ഷൻ മണി ആവശ്യപ്പെടുന്നു, ഏതൊരു മാഫിയയും പോലെ. പഴയകാലത്തെ മാഫിയ സിസ്റ്റം, പകുതി പണം തരൂ, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം. ഏതൊരു ബുദ്ധിയുള്ള ലോക നേതാവും തന്റെ രാജ്യത്തിന്റെ പകുതി റിസോഴ്സ് ഒരിക്കലും മറ്റു രാജ്യത്തിന് പണയം വെക്കില്ല. അതുകൊണ്ട് തന്നെ സെലൻസ്കി ഇനീഷ്യൽ അഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും കാരണമാവില്ല ഉക്രൈന്റെ 10 തലമുറകൾക്ക് ഭാരം ചുമക്കാൻ. ഇത് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചു. സെലൻസ്കിയെ പബ്ലിക്കായി ഡിക്റ്റേറ്റർ എന്ന് അഭിസംബോധന ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, പെട്ടെന്ന് തീരുമാനിക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാജ്യം നഷ്ടപ്പെടും. ഇതിനുശേഷമാണ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ പോയി ട്രംപുമായി കൂടിക്കാഴ്ച ചെയ്തതും മിനറൽ ഡീൽസിനെ കുറിച്ച് ചർച്ച ചെയ്തതും. അതായിരുന്നു 28 ഫെബ്രുവരി 2025 ലൈവ് ബ്രോഡ്കാസ്റ്റ്. ആദ്യ അരമണിക്കൂർ എല്ലാം നല്ലതായിരുന്നു. എന്നാൽ അതിനുശേഷം ചർച്ച മോശമായി തുടങ്ങി. സെലൻസ്കി പറയുന്നു, പുടിൻ 25 പ്രാവശ്യം സിസ്ഫയർ വയലേറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ യുദ്ധം നിർത്തിയാലും മറ്റൊരു നാൾ പുടിൻ വീണ്ടും ആക്രമണം അഴിച്ചുവിടും. ട്രംപിന്റെ അടുത്ത് ഇതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. ട്രംപ് പറയുന്നു, പുടിൻ ഞാനുമായുള്ള ഒരു കരാർ വ്യവസ്ഥയും ഇതുവരെ തെറ്റിച്ചിട്ടില്ല. സൈഡിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായിരുന്നു, സമാധാനം ഡിപ്ലോമാറ്റിക് ചർച്ചകൾ കൂടി മാത്രമേ പുനർജനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിനുത്തരമായി സെലൻസ്കി പുടിനും റഷ്യയും തെറ്റിച്ച വെടിനിർത്തൽ കരാർ എണ്ണി പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇവിടെ ഒരു ചരിത്ര പ്രധാനമറിയിക്കുന്ന സംഭവം പറയേണ്ടി വരുന്നു. ഉക്രൈൻ ഒരു കാലത്ത് ലോകത്തിലെ 3ാമത്തെ ന്യൂക്ലിയർ പവർ ആയിരുന്നു. 1994 ഉക്രൈൻ തന്റെ ന്യൂക്ലിയർ വെപ്പൺസ് വോളണ്ടിയർലി ഗീവ് അപ്പ് ചെയ്തു. ഇതിനു പകരമായി അന്ന് അമേരിക്കയും റഷ്യയും UK-യും ഇവർ മൂന്നും ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കുന്നു, ബുദാപെസ്റ്റ് മെമ്മോറണ്ടം. ഇത് പ്രകാരം ഏതൊരു രാജ്യം യുക്രൈനെ ആക്രമിച്ചാലും ഈ 3 രാജ്യങ്ങളും ആ രാജ്യത്തിനെതിരെ തിരിച്ചടിക്കും. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ റഷ്യ സ്വയം അധിനിവേശം ചെയ്തത്. അമേരിക്കയുടെ വാക്കായി തന്നെയിരുന്നു, അത് പ്രവൃത്തിയിൽ ഉണ്ടായില്ല. അതുകൊണ്ട് സെലൻസ്കി വൈസ് പ്രസിഡന്റ് JD വെൻസിനോട് ചോദിക്കുന്നു, ഏത് ഡിപ്ലോമസിയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഇത് പറഞ്ഞപ്പോൾ JD വെനൻസിന് കൊണ്ടു. JD വെനൻസ് പറയുകയാണ്, നിങ്ങൾ മീഡിയയുടെ മുമ്പിൽ അമേരിക്കയെയും അമേരിക്കൻ പ്രസിഡന്റിനെയും അപമാനിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സെലൻസ്കി പ്രസിഡന്റ് ട്രംപിനോട് പറഞ്ഞു, പുടിനെ ഇപ്പോൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ പിന്നീട് അമേരിക്കയ്ക്കും വരുമെന്ന്. സെലൻസ്കിയുടെ ഈ വാക്കുകൾ ട്രംപിനെ ചൊടിപ്പിക്കുന്നു. ട്രംപ് സെലൻസ്കിയോട് കയർത്ത് പറയുകയാണ്, നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണ്ട, ഞങ്ങളെ പഠിപ്പിക്കേണ്ട. നിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ വെച്ചാണ് നീ കളിക്കുന്നത്. ശരിക്കും കുട്ടികളെ പോലെ JD വെൻസ് സെലൻസ്കിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ചെയ്ത ഉപകാരങ്ങൾ നിങ്ങൾ എന്തെങ്കിലും താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ മീറ്റിംഗിൽ തന്നെ കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും സെലൻസ്കി താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ട്രംപും JD വെൻസും ഒട്ടും ദയാദാക്ഷിണ്യമില്ലാതെ സെലൻസ്കിയുടെ മേൽ തട്ടിക്കയറുന്നു. ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ടർ ട്രംപിനോട് ചോദിക്കുന്നു, റഷ്യ സീസ്ഫയർ ലംഘിച്ചാൽ എന്താവും? ഇത് കേട്ട് ട്രംപ് പരിഹാസരൂപേണ മറുപടി പറയുന്നു, നിന്റെ തലയിൽ ഒരു ബോംബ് വീണാൽ ഇപ്പോൾ എന്താവും? ഇതുപോലുള്ള വാദപ്രതിവാദങ്ങൾ നമ്മൾ സാധാരണയായി റോഡീസ്, ബിഗ് ബോസ് പോലുള്ള നിലവാരമില്ലാത്ത റിയാലിറ്റി ഷോസിൽ മാത്രമാണ് കാണുന്നത്. സെലൻസ്കി മറുപടി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വൈറ്റ് ഹൗസിൽ നിന്ന് മീഡിയയെ കുറച്ച് സമയത്തിന് വേണ്ടി പുറത്താക്കുന്നു. സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഡീൽ സൈൻ ആവുന്നില്ല. 2 നേതാക്കൾക്കും വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം അതുപോലെ തന്നെ ഇരിക്കുന്നു. മീറ്റിംഗ് ശേഷം ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, സെലൻസ്കി സമാധാനം ആഗ്രഹിക്കുന്നില്ല, സെലൻസ്കി ഓവൽ ഓഫീസിനെ അപമാനിച്ചിരിക്കുന്നു, സമാധാനം ആഗ്രഹിക്കുമ്പോൾ സെലൻസ്കി തിരിച്ചു വരാം. ഇതിനു പകരമായി സെലൻസ്കി ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നു, പരിഹാസമായി താങ്ക് യു എന്ന് പറയുന്നു. കുറച്ചധികം യൂറോപ്യൻ ലോക നേതാക്കൾ സെലൻസ്കിയോട് സപ്പോർട്ടുമായി വന്നു. അവർക്കെല്ലാം സെലൻസ്കി താങ്ക് യു എന്ന് മറുപടി കൊടുത്തു. ആക്ച്വലി ട്രംപിനും സെലൻസ്കിയോടുള്ള വൈരാഗ്യത്തിന് ഒരു പിന്നാമ്പുറമുണ്ട്. ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉക്രൈന് സഹായം കിട്ടിക്കൊണ്ടുവന്നതാണ്. എന്നാൽ ട്രംപിന്റെ വരവോടെ ട്രംപ് സൗദി അറേബ്യയിൽ റഷ്യയുമായി ഒപ്പം ഒരു മീറ്റിംഗ് വയ്ക്കുന്നു, ഉക്രൈനെ കുറിച്ച് സംസാരിക്കാൻ. അതിൽ ഉക്രൈന് ക്ഷണം ഉണ്ടായിരുന്നില്ല. ഇത് 1945 യാൾട്ട കോൺഫറൻസിനെ ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാവി അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ ഇങ്ങനെയുള്ള വലിയ രാജ്യങ്ങളാണ് തീരുമാനിച്ചത്. ബൈഡന്റെ സമയത്ത് ഉക്രൈന് അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് കിട്ടിയിരുന്നത്. ബൈഡന്റെ അഭിപ്രായത്തിൽ നത്തിങ് അബൌട്ട് യുക്രൈൻ വിതൗട്ട് യുക്രൈൻ. 24 ഫെബ്രുവരി 2025 UN ജനറൽ അസംബ്ലിയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. എല്ലാ രാജ്യങ്ങളും
യുക്രൈൻ അനുകൂലമായും ന്യൂട്രലായും നിലനിന്നപ്പോൾ അമേരിക്ക നോർത്ത് കൊറിയയോടൊപ്പം റഷ്യയെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തു. കഴിഞ്ഞ 100 വർഷത്തിൽ ഒരിക്കലും അമേരിക്ക റഷ്യ ഒരു സൈഡിൽ, ബാക്കി ലോകരാജ്യങ്ങൾ മറ്റൊരു സൈഡ്, ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്, ട്രംപ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിന് മുഖ്യമായും 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, ട്രംപിന് സെലൻസ്കിയെ ഇഷ്ടമല്ല. ട്രംപിന്റെ റഷ്യൻ കണക്ഷൻ, ഇതാണ് മറ്റൊരു കാരണമായി പറയുന്നത്. നിങ്ങൾ കേട്ട സത്യമാണ് സുഹൃത്തുക്കളെ, ട്രംപിന്റെ മുകളിൽ റഷ്യൻ ഏജന്റ് ആണെന്നുള്ള ആരോപണമുണ്ട്. 2019 അമേരിക്കൻ പാർലമെന്റ് ട്രംപിനെ US ഇലക്ഷനിൽ ഫോറിൻ പവേഴ്സിനെ ഇൻവോൾവ് ചെയ്തു എന്ന ആരോപണത്തിൽ ഇംപ്ലീച്ച് ചെയ്തിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ട്രംപ് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി യുക്രൈന്റെ സഹായം തേടി. ട്രംപ് ജോ ബൈഡന്റെ മകനും യുക്രൈനിലെ എനർജി ബോർഡിലെ അംഗവുമായ ഹണ്ടർ ബൈഡനെതിരായി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ സെലൻസ്കിയെ സ്വാധീനിച്ചു. ഒബാമ ഗവൺമെന്റിൽ ജോ ബൈഡൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉക്രൈനിലെ പ്രോസിക്യൂട്ടർ ജനറലിനെ കറപ്ഷന്റെ ആരോപണത്തിൽ നീക്കം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഹണ്ടർ ബൈഡന്റെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം നിർത്തലാക്കിയത്. പക്ഷേ 2019 ട്രംപ് സെലൻസ്കിയെ ഫോണിൽ വിളിച്ച് അന്വേഷണം പുനരാരംഭിക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്തും സെലൻസ്കിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കോടിക്കണക്കിന് രൂപയുള്ള മിലിറ്ററി എയ്ഡ് ട്രംപ് നിർത്തിൽ വെച്ചിരുന്നു. പിന്നീട് ഈ മിലിറ്ററി എയ്ഡ് കിട്ടിയെങ്കിലും സെലൻസ്കി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇതെല്ലാം വെളിയിൽ വന്നപ്പോഴാണ് ട്രംപിനെ ഇംപ്ലീച്ച് ചെയ്തത്. ട്രംപ് തന്റെ ഇംപ്ലീച്ച്മെന്റിന്റെ കാരണം സെലൻസ്കിയിൽ കണ്ടു. ഇതായിരുന്നു ട്രംപിന് സെലൻസ്കിയോട് വിദ്വേഷം വരാനുള്ള ഒരു കാരണം. പക്ഷെ രണ്ടാമത്തെ കാരണം ഇതിലും രസകരമാണ്. റഷ്യയുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് KGB. KGBയിലെ ഒരു ഫോർമർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മേജർ യൂറി ഷ്വേർട്സ് 40 വർഷം മുമ്പ് US വാഷിംഗ്ടണിൽ പോസ്റ്റഡ് ആയിരുന്നു. അദ്ദേഹം പറയുന്നു, ട്രംപിനെ ഒരു റഷ്യൻ ഏജന്റായി തിരിച്ചറിയുകയും കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2021 ദ ഗാർഡിയൻ പത്രത്തിന്റെ ഒരു ആർട്ടിക്കിൾ പറയുകയുണ്ടായി, കുറച്ചുപേരെ അവർ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ റിക്രൂട്ട് ചെയ്തിരുന്നു, പിന്നീട് അവർ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു. ഇതെല്ലാം ട്രംപിനെ കുറിച്ചാണ് പറയുന്നത്. യൂറി പറയുന്നു, 1977 ട്രംപ് തന്റെ ആദ്യ ഭാര്യയും ചെക്ക് മോഡലുമായ ഇവാന സെലൻസ്റ്റിക്കോവ അവരെ കല്യാണം കഴിച്ചപ്പോൾ ട്രംപ് ചെക്കോസ്ലാവിയയുടെയും KGBയുടെയും ടാർഗറ്റ് ആയിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ട്രംപ് ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്ത് ന്യൂയോർക്കിൽ തുടങ്ങി. ഇതിനാവശ്യമായി 200 ടെലിവിഷൻ സെറ്റ് സെമിയോൺ കിങ്സ്ലിയിൽ നിന്നാണ് വാങ്ങിയത്. സെമിയോൺ കിങ്സ്ലിൻ KGBക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരു ഏജന്റ് ആയിരുന്നു. ഇയാളായിരുന്നു ട്രംപിനെ KGBക്ക് വേണ്ടി നല്ലൊരു ഏജന്റായി കണ്ടുപിടിച്ചത്. ഇത് പ്രകാരം ട്രംപിന് കോഡ് നെയിം ക്രാസ്നോവ് എന്ന് കൊടുത്തത്. അതിനുശേഷം 1987 ട്രംപ് ഇവാനയും മോസ്കോവിലെ സെന്റ് പീറ്റേഴ്സിൽ ആദ്യമായി ചെന്നപ്പോൾ അവിടെ വെച്ച് KGB ട്രംപിന്റെ കഴിവുകളെ തിരിച്ചറിയുകയും പൊളിറ്റിക്സിലേക്ക് ട്രംപിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. KGBയുടെ അഭിപ്രായത്തിൽ ട്രംപ് എന്നെങ്കിലും US പ്രസിഡന്റ് ആവും എന്നവർ അഭിപ്രായപ്പെട്ടിരുന്നു. ട്രംപ് USന്റെ പ്രമുഖ പത്രങ്ങളിലെല്ലാം USലെ ഫോറിൻ പോളിസിയെ വിമർശിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും പത്രങ്ങളിലെ തലക്കെട്ടാവാൻ പരമാവധി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുള്ള നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായത്. 2000, 2012 2 പ്രാവശ്യം ഇത് അതിനുവേണ്ടി ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. 2016 ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തുവെങ്കിലും ട്രംപിനെ വിജയിപ്പിക്കാൻ റഷ്യയുടെ പങ്കിനെ കുറിച്ചുള്ള സംസാരമുണ്ടായി. ആദ്യം ഇതിനെയെല്ലാം സോഷ്യൽ മീഡിയ കോൺസ്പിറൻസി തിയറി എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു. 2ാം പ്രാവശ്യം പ്രസിഡന്റ് ആയതിനു ശേഷം ക്ലിയർ കട്ട് ട്രംപിന്റെ റഷ്യൻ കണക്ഷൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. ജനറേറ്റഡ് ചെയ്ത ട്രംപിന്റെയും പുട്ടിന്റെയും ഫോട്ടോസ്, ട്രംപ് ഒരു പട്ടിയായി പുട്ടിന്റെ തൊടലിൽ നടന്നു പോകുന്ന ഫോട്ടോസ് ഇതിന് ഉദാഹരണമാണ്. പ്രസിഡന്റായ ദിവസങ്ങളായപ്പോഴേക്കും ട്രംപ് 29 പ്രാവശ്യം പല സിറ്റുവേഷനിലും പുട്ടിന്റെ പക്ഷം ചേർന്നായി പറയപ്പെടുന്നു. ഇതൊക്കെ അമേരിക്കയുടെ ഉള്ളിലുള്ള വിഷയങ്ങളാണെങ്കിലും ട്രംപ് മുഴുവൻ ലോകത്തിനും തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ? നിയോ കോളനിസം. ഉക്രൈനിലെ മിനറൽ ഡീൽസിനെ പോലെ ഗ്രീൻലാൻഡിനെ വാങ്ങുന്ന കാര്യം, കാനഡയെ US-ന്റെ 51ാം സ്റ്റേറ്റ് ആക്കുന്ന വിഷയം, പനാമ കടലിലെ അമേരിക്കൻ നിയന്ത്രണം, പലസ്തീനിൽ നിന്ന് ഗാസയെ വാങ്ങുന്ന കാര്യം. ട്രംപിന്റെ അഭിപ്രായത്തിൽ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നപരിഹാരമായി പലസ്തീനിലെ ഗാസയിലെ
20 ലക്ഷം പേരെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറ്റി താമസിച്ച് അവിടെ വലിയ കെട്ടിടങ്ങളും ഹോട്ടലുകളും പണിത് ലോക നിലവാരമുള്ള എല്ലാ ലക്ഷറികളും കൊണ്ടുവരിക. ട്രംപ് ഗാസയ്ക്ക് കാണിച്ച സ്വപ്നം ഇതാണ്. ഗാസയ്ക്ക് റീനെയിം കൊടുത്ത് ട്രംപ് ഗാസ എന്നാക്കുക. പല സ്ഥലങ്ങളും ട്രംപിന്റെ വലിയ വലിയ സ്വർണ്ണ പ്രതിമകൾ സ്ഥാപിക്കുക. റീനെയിമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ. ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് റീനെയിം ചെയ്ത് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റി. ട്രംപ് വളരെ അറഗന്റായും ഈഗോയുടെ കൂടെയും ഗവർണൻസ് ചെയ്തു വരുന്നു. എക്സ്പേർട്സ് ഇതിനെ ബുള്ളിങ് ഡിപ്ലോമസി എന്നാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങളെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ട്രംപ് ചെയ്യുന്ന ഈ ഡിപ്ലോമസി ശക്തി കുറഞ്ഞ രാജ്യങ്ങളുടെ മേൽ ഷോർട്ട് ടേം വിക്ടറി കൊണ്ടുവരുമെങ്കിലും അമേരിക്ക സ്വയം താൻ കുഴിച്ച കുഴിയിൽ വീഴാൻ തയ്യാറാവുകയാണ്. ഫോറിൻ പോളിസി മാഗസിന്റെ ഒരു ആർട്ടിക്കിൾ ബാഡ് എക്കണോമിക്സ് ഓഫ് ബുള്ളിങ്ങിൽ പറയുന്നത്, ബുള്ളിങ് ചെയ്യുന്നവർ തന്നിൽ നിന്ന് എല്ലാവരെയും സ്വയം അകറ്റുകയാണ് ചെയ്യുന്നത്. ട്രംപ് ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ താരിഫ് കൂട്ടാൻ ആഹ്വാനം ചെയ്യുന്നു, ചിലപ്പോൾ ഇന്ത്യയുടെ മേൽ താരിഫ് കൂട്ടാൻ പറയുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. അനുസരിച്ചില്ലെങ്കിൽ അവരെ നികുതി കൂട്ടാൻ നിർബന്ധിക്കുന്നു. ദീർഘകാലത്തിൽ ഇതുമൂലം അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. യൂറോപ്പിലെ പല രാജ്യങ്ങളും, ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ, ഇവർക്കിടയിൽ ഇതുമൂലം ഒരു ഐക്യം കാണുന്നു. പല അമേരിക്കൻ കമ്പനികളെയും ബോയ്ക്കോട്ട് ചെയ്യുന്നു. യൂറോപ്പിൽ ഇനി US-നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. യൂറോപ്പിലെ പല രാജ്യങ്ങളും ട്രംപിനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി ചില പുതിയ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നു. ഇതിലൊന്നാണ് സ്ട്രാറ്റജിക് ഇവാൻഷൻ. ഇത് പ്രകാരം ട്രംപിനെ അനുസരിച്ചു, എന്നാൽ അതിനെ ഒന്നിനെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധ ശേഷം പല ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉത്ഭവം ഉണ്ടായി. യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെ പലതും. സൂപ്പർ പവറായ അമേരിക്ക ഇതെല്ലാം ഒരു ലീഡിംഗ് റോൾ എടുത്തിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്കയുടെ ഈ റിലവൻസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജിയോ പൊളിറ്റിക്കലി ഇവിടെ ഒരു വാക്വം വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാം നല്ല നടത്തിപ്പിനും ലോകത്തിലെ ബുള്ളിങ് അവസാനിപ്പിക്കാനും ലോകത്തിലെ നല്ല നേതാക്കൾ ഈ സ്ഥാനത്തേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഉദയത്തിന് ഇതൊരു നല്ല അവസരമാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമിയും നോൺ അലൈൻമെന്റിന്റെയും പാരമ്പര്യമുള്ള ഇന്ത്യക്ക് ഇത് ഒരു നല്ല അവസരമാണ്. എല്ലാ ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ ഒരു റിലയബിൾ പാർട്ട്ണർ ആവാനുള്ള അവസരം. ഇതൊരു നല്ല അവസരം മാത്രമല്ല, ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ലോകത്തിലെ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ലോക നേതാക്കളുടെ, ഒരു നല്ല നേതാവിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ നിയോ കോളനൈസേഷൻ ഈ ലോകത്തെ നശിപ്പിക്കും, ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടും. ജയ് ഹിന്ദ്.